ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. നമ്മുടെ ബിരിയാണി ഷോർട്സിന് നിങ്ങൾ തന്ന വലിയ സപ്പോർട്ടിന് ഒരുപാട് താങ്ക്സ് കേട്ടോ. സത്യം പറഞ്ഞാൽ ഇതെൻ്റെ ഫസ്റ്റ് ലോങ് വീഡിയോ ആണ്, അതുകൊണ്ട് നിങ്ങളുടെ സപ്പോർട്ട് ഇനിയും വേണം. ഇതാ നമ്മുടെ ബിരിയാണിയുടെ ഇൻഗ്രീഡിയൻസിൻ്റെ ലിസ്റ്റ് ഞാൻ ഇവിടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇതെല്ലാവരും ഒന്ന് നോട്ട് ചെയ്ത് വെച്ചോളൂ കേട്ടോ. ആദ്യം ഒരു പാനിലേക്ക് കുറച്ച് നെയ്യോ ഓയിലോ ഒഴിച്ചിട്ട് ഒരു സവാള നന്നായി ഫ്രൈ ചെയ്ത് മാറ്റി വെക്കാം. ഇനി അതേ എണ്ണ കുക്കറിലേക്ക് ഒഴിച്ച് കുറച്ച് ഓയിലും കൂടി ചേർത്ത് സവാള വഴറ്റണം കേട്ടോ. സവാളയുടെ നിറം മാറി വരുമ്പോൾ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതും ആവശ്യത്തിന് പച്ചമുളകും ചേർത്ത് പച്ചമണം മാറുന്ന വരെ ഇളക്കാം കേട്ടോ. ഇനി ഇതിലേക്ക് തക്കാളി ചേർക്കാം. തക്കാളി നല്ല സോഫ്റ്റായി വരുമ്പോൾ മല്ലിപ്പൊടിയും ബിരിയാണി മസാലയും ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നന്നായി വഴറ്റാം കേട്ടോ. ബിരിയാണി നല്ല സോഫ്റ്റ് ആവാനും ചിക്കൻ നല്ല ജ്യൂസി ആയി കിട്ടാനും വേണ്ടി നമുക്കിതിലേക്ക് 2 ടേബിൾ സ്പൂൺ തൈര് കൂടി ചേർക്കാം കേട്ടോ. ഇനി മല്ലിയിലയും പുതിനയിലയും ചേർത്ത് ചിക്കൻ ഇട്ട് നന്നായി മിക്സ് ചെയ്യാം. ഒരു 5 മിനിറ്റ് കഴിഞ്ഞാൽ ചിക്കനിൽ നിന്ന് വെള്ളം ഇറങ്ങി വരും. ഇനി ഇതിലേക്ക് 1.25 കപ്പ് വെള്ളം ചേർക്കാം. കൂടെ നമ്മൾ നേരത്തെ വറുത്ത് വെച്ച സവാളയുടെ പകുതിയും കൂടി ഈ വെള്ളത്തിലേക്ക് ഇടാം. വെള്ളം തിളച്ച് വരുമ്പോൾ കഴുകി വെച്ച അരി ചേർക്കാം കേട്ടോ. അരി നേരത്തെ കഴുകി വെച്ചതുകൊണ്ട് നന്നായി വീർത്ത് വന്നിട്ടുണ്ട്, അതുകൊണ്ട് ഈ അളവ് കറക്റ്റായിരിക്കും കേട്ടോ. നമ്മൾ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ടത് വെള്ളത്തിൻ്റെ അളവാണ്. അത് കറക്റ്റായാൽ പിന്നെ ബിരിയാണി സൂപ്പറാവും. ഇനി ഇതിൻ്റെ മുകളിൽ ബാക്കിയുള്ള മല്ലിയിലയും പുതിനയിലയും ഇടാം. അവസാനമായിട്ട് കുറച്ച് നാരങ്ങ നീരും കൂടി ഒഴിക്കാം. അരി തമ്മിൽ ഒട്ടിപ്പിടിക്കാണ്ടിരിക്കാൻ ഇത് സഹായിക്കും കേട്ടോ. ഇനി കുക്കർ അടച്ചു വയ്ക്കാം. മീഡിയം ഫ്ലെയിമിലിട്ട് ഒരേ ഒരു വിസിൽ വന്നാൽ ഗ്യാസ് ഓഫ് ചെയ്യാം കേട്ടോ. പ്രഷർ മുഴുവൻ പോയ ശേഷം മാത്രം കുക്കർ തുറക്കാം. ഇതാ നമ്മുടെ കുക്കർ ചിക്കൻ ബിരിയാണി റെഡി. അപ്പം എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം പറയണേ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അടുത്ത വീഡിയോ കാണാം. ബൈ.